പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം രേഖപ്പെടുത്തുന്നു. വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഒരു നാട് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആലോചന ചെയ്യുന്നു, അത് രേഖപ്പെടുത്തുന്നു. ശ്രീ KG കൃഷ്ണകുമാറിനെ പോലെ, ശ്രീ ജോജി ചന്ദ്രശേഖരനെ പോലെയൊക്കെയുള്ള യുവാക്കൾ, യുവത്വം തുളമ്പുന്ന പക്വമതികൾ, അവരുടെ മാനസികമായിട്ടുള്ള ഒരു പ്രായത്തെയാണ് ഞാൻ അഭിവാദ്യം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ യുവധീരതയുള്ള മനുഷ്യർ തങ്ങളുടെ നാടിൻ്റെ സംസ്കാര സാമൂഹ്യ ചരിത്രങ്ങൾ, രാഷ്ട്രീയ ദിശാ സൂചനകൾ ഇതിനെയൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അത് അക്ഷരങ്ങളിൽ ആവാഹിച്ച് എഴുതി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് ജനങ്ങളിലേക്ക്, ബഹുജനങ്ങളിലേക്ക്, നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മെപ്പോലെയുള്ള ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും അധികം സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ സംസ്കാരം, ഒരു നാടിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ഉയർന്നു വരികയും അത് നിവർന്നു നിൽക്കുകയും വിവിധ തരത്തിലുള്ള അധിനിവേശങ്ങളെ, വിവിധ തരത്തിലുള്ള അധീശത്വങ്ങളെ, വിവിധ തരത്തിലുള്ള ജനവഞ്ചനാക്രമങ്ങളെ, സഹോദരൻ അയ്യപ്പൻ്റെ ഒരു പദാവലി ഉപയോഗിച്ച് പറഞ്ഞാൽ കൊച്ചി രാജ്യത്ത് മുഴുവൻ ഇത് പാടി നടന്ന ആളാണ്. മാവേലിയുടെ ആ വാഴ്ച, ആ പ്രാക്തനമായ ജനായത്വം, മാവേലി വാഴ്ച വരുത്തിടേണം, വാമനാദർശം വെടിഞ്ഞിടേണം എന്ന പാട്ടുപാടിക്കൊണ്ട് ഇവിടെയൊക്കെ തന്നെ നമ്മെ ഈ ചരിത്രത്തെക്കുറിച്ച്, കൊടുങ്ങല്ലൂർ കാവിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, വടക്കുനാഥൻ്റെ ആകട്ടെ, ഇരിങ്ങാലക്കുടയുടെ ആകട്ടെ, കൂടൽമാണിക്യത്തിൻ്റെ ആകട്ടെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ KG കൃഷ്ണകുമാർ വിശദീകരിച്ച ഈ കടലാഴി എന്ന് പറയുന്ന ഈ അടുത്തുള്ള ബൗദ്ധ കേന്ദ്രത്തിൻ്റെ ആകട്ടെ, ഇതിൻ്റെയൊക്കെ തന്നെ ചരിത്രങ്ങളെക്കുറിച്ച് നമ്മെ എല്ലാവരും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഭരണിക്ക് പോകല്ലേ സോദരരെ, ഭരണിക്ക് പോകല്ലേ നിങ്ങളാരും എന്ന് പാടിക്കൊണ്ട്, പഴനിക്ക് പോകല്ലേ സോദരരെ, ഇവിടെ കിട്ടാത്ത പുണ്യമൊന്നും അവിടെ കിട്ടാനില്ല എന്ന് പാടി ഇവിടെയൊക്കെ ഇതുപോലെ ഒരു വീഞ്ഞപ്പെട്ടിയുടെ പുറത്ത് കയറി നിന്നുകൊണ്ട് ഇങ്ങനെ ജനങ്ങളോട് സംസാരിച്ച് നമ്മെ ബോധവൽക്കരിച്ച സഹോദരൻ അയ്യപ്പൻ്റെ ഒരു വഴിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള എഴുത്ത്, അച്ചടി, പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തനം, കവിതയടക്കമുള്ള എഴുത്തിൻ്റെ വിവിധ മേഖലകളിൽ കൈവച്ചുകൊണ്ട് കൈമുദ്രകൾ, കാലടിപ്പാടുകളെക്കുറിച്ച് ജോജിയുടെ പറഞ്ഞു. ആ കാലടിപ്പാടുകൾ അവിടെ ആഴ്ന്നു കിടക്കുന്നതായിട്ട് ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നതായി ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ആ പാദമുദ്രകളെ, ആ കാലടികളെ ബുദ്ധൻ്റെ അടക്കമുള്ള, കാരണം ഹുയാൻസാങ് അടക്കമുള്ള ചൈനീസ് സഞ്ചാരികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം കാഞ്ചീപുരത്ത് വന്നുകൊണ്ട്, ബൗദ്ധ കാഞ്ചിയായിരുന്ന കാഞ്ചീപുരത്ത് വന്നുകൊണ്ടാണ് എഴുതിയത് വഞ്ചി മഹാനഗരത്തിൽ. അതാ മഹാനായ അശോകൻ ഇവിടെ സൂചിപ്പിച്ച ഈ പറയുന്ന 84,000-ഓളം സ്തൂപങ്ങൾ ബുദ്ധൻ നടന്ന് പ്രഭാഷണം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ്. എല്ലായിടത്തും അശോകന് പോകാൻ കഴിഞ്ഞില്ല. എങ്കിലും ഏതാണ്ട് 84,000-ഓളം സൈറ്റുകൾ അദ്ദേഹം ചാർട്ട് ചെയ്യുകയും, അന്നത്തെ 200 വർഷത്തിന് ശേഷം, ബുദ്ധൻ BC 6-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്, ക്രിസ്തുവിന് ഏതാണ്ട് 600 വർഷത്തിന് മുമ്പ് എന്ന് പറയാം. അതിനുശേഷം BC 3-ാം നൂറ്റാണ്ടിലാണ്, 200 വർഷത്തിന് ശേഷമാണ് അശോകൻ വരുന്നത്. അപ്പോഴത്തേക്കും പല കാര്യങ്ങളും മറവിയിലേക്ക് പോയിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് മൗര്യ ചക്രവർത്തി എന്ന നിലയിൽ അശോകൻ ചാർട്ട് ചെയ്തെടുത്ത 84,000 സൈറ്റുകളിലേക്ക്, ഇടങ്ങളിലേക്ക് അദ്ദേഹം ബുദ്ധൻ്റെ കാലടിപ്പാടുകളെ പിന്തുടർന്ന് സഞ്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വഞ്ചി മഹാനഗരത്തിൽ വരികയും, അല്ലെങ്കിൽ തൻ്റെ എമിസറികളിലൂടെ, തൻ്റെ അംബാസിഡർമാരെ വിട്ടിട്ട്, പലപ്പോഴും മക്കളും മരുമക്കളും ഒക്കെ ആയിരുന്നു. സംഗമിത്തയാണ് സൗത്ത് ഇന്ത്യയിലേക്കും സിലോണിലേക്കും പോയി അനുരാധപുരത്ത് ആ ഗയയിലെ ബോധിവൃക്ഷത്തെ കൊണ്ടുപോയി നട്ടുവളർത്തി അവിടെ പ്രബുദ്ധമായ ഒരു നാഗരികത്തെ സൃഷ്ടിച്ചത്. മഹിന്ദനാണ് തെക്കോട്ട് വന്ന് തെന്മധുരയിൽ വന്നിട്ട് വലിയ ഇന്ദിരവിഹാരമടക്കം സ്ഥാപിച്ചുകൊണ്ട് തെന്നിന്ത്യയിൽ, തമിഴകത്തിൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ബുദ്ധൻ്റെ സന്ദേശത്തെ സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹം നേരിട്ടോ, മഹാനായ മൗര്യ ചക്രവർത്തി അശോക മൗര്യൻ നേരിട്ട് വരികയോ അല്ലെങ്കിൽ തൻ്റെ മക്കളിലൂടെയോ തൻ്റെ അംബാസിഡർമാരിലൂടെയോ, സജീവോത്തമന്മാർ എന്ന പ്രയോഗം ഇവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ ആ സജീവോത്തമന്മാരിലൂടെയോ ധർമ്മപ്രചാരകരിലെയോ മഹാപാത്രന്മാരിലൂടെയൊക്കെ അദ്ദേഹം വന്ന് സ്ഥാപിച്ച ഒരു വലിയ ബുദ്ധ ചൈത്യവും സ്തൂപവും സ്തംഭവും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് കേരളത്തിലുണ്ട്. ആ സ്തംഭം കേരളത്തിലുണ്ട്. ഉദ്യാനേശ്വരം എന്ന് പറയുന്ന ആ ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള കൊങ്ങിണിമാരുടെ അമ്പലത്തിലാണ് അത് ശിവലിംഗമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അന്തരിച്ചു പോയ OV സിൽവേരി, അന്തരിച്ചു പോയിട്ടുള്ള സൈഫുദ്ദീനെ കുറിച്ച് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞു.
ഇപ്പോൾ കൃഷ്ണകുമാറും സൈഫുദ്ദീനും കൂടിയാണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള പിന്നെ ചെറിയ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ളത്. മുസിരസ് അഥവാ മുജിരി എന്ന് പറയുന്ന പുസ്തകം, തലപ്പള്ളിയെക്കുറിച്ചുള്ള പുസ്തകം, പൊന്നാനിയെക്കുറിച്ചുള്ള പുസ്തകം എന്ന് പറഞ്ഞതുപോലെ മതിലകത്തെക്കുറിച്ച്, നമ്മുടെ അടുത്തുള്ള മതിലകത്തെക്കുറിച്ചുള്ള പ്രാദേശിക പുസ്തകം എഴുതിയ അന്തരിച്ചുപോയ OV സിൽവേരി, അദ്ദേഹം അസന്നിഗ്ധമായി ആ മതിലകം ചരിത്രവും സംസ്കാരവും എന്ന് പറയുന്ന OV സിൽവേരിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതാ ഇവിടെ തൃപ്പക്കുടം അമ്പലത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വലിയ ഒരു ശിവലിംഗം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മതിലകം ശിവലിംഗം, അതാണ് പിന്നീട് ഡച്ച് പോർച്ചുഗീസ് സംഘടനകളിൽ അത് അവർ പിന്നെ പോർട്ടുഗീസിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ കപ്പൽ കെട്ടാനുള്ള ഒരു വലിയ തൂണായിട്ട് അത് ഉപയോഗിച്ചു. പിന്നീട് അവരിൽ നിന്ന് കൊങ്ങിണി ബ്രാഹ്മണർ, ഗൗഡ സാരസ്വത ബ്രാഹ്മണർ അവരത് വാങ്ങിച്ച് തങ്ങളുടെ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള അതിൻ്റെ ഏതാണ്ട് തെക്ക് കിഴക്കേ മൂലയിലുള്ള ഒരു ചെറിയ ഒരു പ്രതിഷ്ഠയായിട്ട് അത് നടത്തി. ആ മതിലകം ശിവലിംഗം ഇപ്പോൾ ഏതാണ്ട് 18 അടിയോളം മണ്ണിനടിയിലാണ്. 3 അടി മാത്രമേ പുറത്തേക്കുള്ളൂ. ശിവലിംഗമായിട്ടാണ് ഇപ്പോൾ ആരാധിക്കപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു അശോകൻ സ്തംഭത്തിൻ്റെ, അശോകൻ പില്ലറിൻ്റെ വലിയ കോളമാണ്, അതിൻ്റെ വലിയ ആ തൂണാണ് യഥാർത്ഥത്തിൽ അത്. അതുകൊണ്ടാണ് 18 അടി ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിടേണ്ടി വന്നത്. പിന്നീട് കൃഷ്ണകുമാറും സൈഫുദ്ദീനും ഒക്കെ രേഖപ്പെടുത്തിയ വരവൂര്, നമ്മുടെ വരവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയ 2 നില പൊക്കത്തിൽ നിൽക്കുന്ന ഒരു ശിവലിംഗം. അതുപോലെ തന്നെ വരവൂരുണ്ട്, പിന്നെ വേറെ 1-2 സ്ഥലങ്ങളിലും കൂടിയുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ തിരുവല്ലയിലെ തിരുവല്ല അപ്പൻ എന്ന് പറയുന്ന തിരുവല്ലഭ ക്ഷേത്രത്തിൽ, ഇപ്പോഴത്തെ തിരുവല്ലഭ ക്ഷേത്രത്തിൽ തന്നെ കൊടിമരം നിൽക്കുന്നത് വലിയ ഉയരത്തിലാണ്. അത് യഥാർത്ഥത്തിൽ ഒരു കൊടിമരമാണോ അതോ അശോകൻ സ്തംഭത്തിൻ്റെ കോളമാണോ എന്ന ചോദ്യം കൂടുതൽ പുരാവസ്തു പഠനങ്ങൾ അർഹിക്കുന്ന ഒരു ഇതാണ്. കാരണം ഇത് പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. ഈ അശോകൻ സ്തംഭങ്ങളെ ശിവലിംഗങ്ങളാക്കി മാറ്റുന്ന പരിപാടി ശൈവിസം പ്രമാദമായിട്ടുള്ള 8, 9, 10, 12 നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഉദ്യാനേശ്വരം എന്ന് പറയുന്ന ഭുവനേശ്വരിലെ ഒഡീഷയുടെ തലസ്ഥാനത്ത് ഇപ്പോൾ കാണുന്ന ആ വലിയ 2 നില പൊക്കത്തിൽ കാണുന്ന ശിവലിംഗം യഥാർത്ഥത്തിൽ ഒരു അശോകൻ, ആ ഭുവനേശ്വരിലുണ്ടായിരുന്ന അശോകൻ സ്തംഭമാണ്. ഇപ്പോഴും ബ്രാഹ്മി ലിപി അല്ലെങ്കിൽ ധമ്മലിപിയിലുള്ള ഗ്രാഫിറ്റി എഴുത്ത് അതിൽ മായാതെ പലപ്പോഴും ചെത്തിമാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ നമ്മുടെ പുരാവസ്തു ചരിത്ര തെളിവുകൾ, വലിയ സ്ഥലനാമ ലക്ഷ്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃഷ്ണകുമാറും സൈഫുദ്ദീനും നമ്മുടെ OV സിൽവേരിയും അതിനു മുമ്പ് VVK വാലത്തും പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ളയും ഒക്കെ അടക്കമുള്ള കേരള ചരിത്ര വിശാരദർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ വളരെയധികം സ്തുത്യർഹമാണ്. അതിൻ്റെ ഒരു മാതൃകയിലാണ് ഇപ്പോൾ നിശാഗന്ധി തങ്ങളുടെ ഈ നാട്ടിക മാനുവൽ എന്ന് പറയുന്ന ഈ വളരെ ഐതിഹാസികമായ ചരിത്രപ്രധാനമായിട്ടുള്ള ഈ പുസ്തകത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇത് എത്രയും വേഗം ബഹുജനങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു ആശംസകളും അഭിവാദ്യങ്ങളുമാണ് ഞാൻ വിശേഷിച്ചും അതിൻ്റെ പ്രസാധകരായിട്ടുള്ള നിശാഗന്ധി ജോജി ചന്ദ്രശേഖരൻ, അതിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാതാവും എഡിറ്ററുമൊക്കെ ആയിട്ടുള്ള KG കൃഷ്ണകുമാർ, ഇവരെയൊക്കെ ഞാൻ ഒരിക്കൽ കൂടി ഇതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്, ഹാർദമായി അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിലെ ഓരോ താലൂക്കിൻ്റെയും, ഓരോ ഗ്രാമത്തിൻ്റെയും, ഓരോ നാടിൻ്റെയും ഇത്തരം മാനുവലുകൾ ഇത് വലിയ ഒരു സ്വപ്നമായിരുന്നു. VVK വാലത്തിൻ്റെ, അന്തരിച്ച VVK വാലത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു സഹോദരങ്ങളെ ഈ കേരളത്തിലെ ഓരോ ജില്ലയുടെയും സ്ഥലനാമ ചരിത്രങ്ങൾ, പ്രാദേശിക ചരിത്രങ്ങൾ വളരെ പ്രബുദ്ധമാണത്. ബൗദ്ധവും ജൈനവുമാണത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സവർണത അതിനെ തടഞ്ഞു. എന്ത് പറയാൻ, കേരളത്തിലെ പ്രബുദ്ധ പാരമ്പര്യത്തെക്കുറിച്ച്, ബുദ്ധിസത്തെക്കുറിച്ച് ഏറ്റവും അധികം ആധികാരികമായി, ഭാഷാശാസ്ത്രപരമായി, സാംസ്കാരികമായി എക്സ്കവേറ്റ് ചെയ്ത് എഴുതിയ പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ള, അദ്ദേഹം നായർ സമുദായാംഗം തന്നെയാണ്. പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ പ്രസിദ്ധീകരണത്തെ പോലും ഇവിടുത്തെ നായനിസം എന്ന് പറയുന്ന ഈ സവർണത തടഞ്ഞു കളഞ്ഞു. ഒരു വാള്യം പുറത്തേക്ക് വന്നപ്പോൾ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ N. സാം എഡിറ്റ് ചെയ്ത് ഒരു വാള്യം അദ്ദേഹത്തിൻ്റെ ചരിത്രലേഖനങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അതിനെ തടഞ്ഞു കളഞ്ഞു. കേരള സവർണത എന്ന് പറയുന്ന ഈ മല്ലു കുലീനത, മലയാളി കുലീനത സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു പ്രൊഫസറുടെ, കേരള ചരിത്ര പഠനങ്ങളുടെ ആധാര വ്യക്തിത്വമായിരിക്കുന്ന പ്രൊഫസർ ഇളംകുളത്തിൻ്റെ, യഥാർത്ഥത്തിൽ ഈളംകുളമാണ്, ഇളംകുളമായതും ഇളങ്കാവായതും ഇളംപള്ളിയായതും ഏഴമായതും പുത്തേഴത്തായതും കോമലേഴത്തായതും എന്ന് നമുക്കറിയാം. ഈഴത്തെയാണ് യഥാർത്ഥത്തിൽ ഈഴത്തെ അല്ലെങ്കിൽ ഈഴത്തെ സംഘത്തിന് തുല്യമായ പ്രാചീനമായ തമിഴ് പദമാണ്, ദ്രാവിഡ പദമാണ് ഈ ഈഴം എന്ന് പറയുന്നത്. ഇഴ ചേർന്നിരിക്കുന്നത്
ഇഴയടുപ്പമുള്ളത്, ഇഴപ്പെരുക്കമുള്ളത്. അപ്പോൾ ആ പ്രൊഫസർ ഇളംകുളത്തിൻ്റെ പ്രസാധനത്തെ, അദ്ദേഹത്തിൻ്റെ ചരിത്രലേഖനങ്ങളുടെ അച്ചടിയെപ്പോലും തടഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ്. അത്രയും ഭീകരമായ സവർണാധിപത്യം, മലയാള കുലീനതയുടെ അധീശത്വം നിലനിൽക്കുന്ന ഒരു കാലത്താണ് ഈ ഹിന്ദു ദേശീയവാദത്തിൻ്റെ ഭീകരതകൾ ഇതുപോലെ വംശഹത്യാത്മകമായി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ബഹുസ്വരമായ ക്രൈസ്തവവും ജൂതവും ഇസ്ലാമികവും ബൗദ്ധവും ജൈനവും ഒക്കെ ആയിട്ടുള്ള അടിസ്ഥാന ചരിത്രത്തെക്കുറിച്ച്, ജനങ്ങളുടെ പ്രബുദ്ധമായ ബഹുസ്വര സംസ്കാരത്തെക്കുറിച്ചുള്ള ഈ പഠനങ്ങൾ, ഈ മാനുവലുകൾ പുറത്തേക്ക് വരുന്നത്, ഈ സ്ഥലനാമ ചരിത്രങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇത് ഇളംകുളത്തിൻ്റെയും വി കെ ബാലത്തിൻ്റെയും ഡോക്ടർ MS ജയപ്രകാശിൻ്റെയും ഒക്കെ തന്നെ ഒരു വലിയ സ്വപ്നമാണ് ഇവിടെ സഫലമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബഹുജനോന്മുഖമായ ഒരു ചരിത്രം, സത്യനീതിബദ്ധമായിട്ടുള്ള ഒരു ചരിത്ര വിജ്ഞാനീയം സംസ്കാര സമീക്ഷ ഇവിടെ നടപ്പാക്കിയെടുക്കുന്ന ശ്രീ KG കൃഷ്ണകുമാറിനെയും ശ്രീ ജോജിയെയും മറ്റെല്ലാ സുഹൃത്തുക്കളെയും ഇതിനു വേണ്ട പിന്തുണ നൽകുന്ന ഇവിടുത്തെ ബഹുജനങ്ങളെ, പ്രബുദ്ധരായിട്ടുള്ള നാട്ടികയിലെയും വലപ്പാട്ടെയും ഈ മണപ്പുറത്തെ ആകെ തന്നെ ജനങ്ങളെ, ഒരു തവണ ഞാൻ നമ്മുടെ കണ്ടാണശ്ശേരി അയ്യപ്പൻ എന്ന് പറയുന്ന ആ കോവിലൻ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു തവണ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടാണശ്ശേരിയിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ വിഷവിത്തിറക്കിയിരിക്കുകയാണ്. ഈ മണപ്പുറത്ത് ഈ വിഷവിത്ത് വർഗീയതയുടെ, വർഗീയ ഹിന്ദുത്വത്തിൻ്റെ വിഷവിത്തിറക്കിയിരിക്കുകയാണ്. ഇത് മറ്റാരുമല്ല, KG മാരാരാണ് ഈ മണപ്പുറത്ത് ഈ വിഷവിത്തിറക്കിയത് എന്ന് അന്തരിച്ചു പോയ മഹാനായ സാഹിത്യകാരൻ, നോവലിസ്റ്റ് പ്രതിഭ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. കണ്ടാണശ്ശേരി വട്ടാണത്തറ, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് തന്നെ വട്ടാണത്തറ. ഇവിടെ പറഞ്ഞല്ലോ ചെമ്മണ്ട എന്ന് പറഞ്ഞല്ലോ, ചുവന്ന മണ്ടയോടുകൂടിയ സ്തൂപം. വട്ടാണം എന്ന് പറഞ്ഞാലും ഈ പറയുന്ന വട്ടമണയ്ക്കുന്ന തറ എന്നാണ് വട്ടാണത്തറ. വട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തൂപമാണ്. അപ്പോൾ നമുക്കറിയാം, കൂളിമുട്ടം ഇവിടെ അടുത്തുണ്ട്. മുട്ടമാകട്ടെ, വട്ടമാകട്ടെ, കോട്ടമാകട്ടെ, ഇതൊക്കെ തന്നെ ബൗദ്ധമായ സ്ഥലനാമങ്ങളാണ്. അപ്പം നമ്മുടെ സ്ഥലനാമ ചരിത്ര വിജ്ഞാനീയത്തെ വികസിപ്പിച്ചുകൊണ്ട്, പ്രാദേശിക ചരിത്ര സംസ്കാര ധാരകൾക്ക് ഊർജം പകർന്നുകൊണ്ട്, ബഹുജനോന്മുഖമായ ഒരു വിമോചനാത്മകമായ സത്യനീതികളുടെ ചരിത്രങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ മാതൃകയാണ് ഈ നാട്ടിക മാനുവൽ. ഇതിൽ എത്ര അഭിനന്ദിച്ചാലും ഇത് മതിയാവില്ല. എൻ്റെ എളിയ രീതിയിലുള്ള ഇതിൻ്റെ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സ്നേഹാശംസകളോടുകൂടി, അനുവാദങ്ങളോടുകൂടി, ആശീർവാദത്തോടുകൂടി ഈ മഹത്തായിട്ടുള്ള ഈ ചിത്ര പ്രദർശനം നാട്ടിക മാനുവലിൻ്റെ നേതൃത്വത്തിൽ, നിശാഗന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന, ഇവിടെ വലപ്പാട്ട് നടക്കുന്ന ഈ ചരിത്രപരമായിട്ടുള്ള ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി, പങ്കാളിത്തത്തോടുകൂടി അത് നമുക്ക് ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്ന് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.